9 to 5 ജോബ് ചെയ്തിട്ട് എന്ന് രക്ഷപ്പെടാനാ? സത്യം പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. ഞാനിതൊരിക്കലും നമ്മുടെ കുറ്റമായിട്ട് നമ്മുടെ പോരായ്മയായിട്ട് ഞാൻ പറയില്ല. കാരണം അത് നമ്മുടെ മാത്രം കുഴപ്പമില്ല. അതായത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊക്കെ മുന്നേ ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ആരും ഉണ്ടാവില്ലായിരുന്നു. ചെറുപ്പം തൊട്ട് വീട്ടിലുള്ള ആളുകളും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർമാരെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യം തൊട്ട് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ നല്ല ജോലിയൊന്നും കിട്ടില്ല. അപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മുടെ മൈൻഡിൽ എന്താ, പഠിച്ച് വലുതായിട്ട് നല്ലൊരു ജോലിക്കാരനാവണം എന്ന് തന്നെയാണ്. അല്ലാണ്ട് ഏത് ടീച്ചർമാരെ പറഞ്ഞേക്കണം മോനെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, ജീവിതത്തിൽ രക്ഷപ്പെട്ടെങ്കിൽ അല്ല ബിസിനസ് ചെയ്യണമെന്ന് വല്ല ടീച്ചർമാരും പറയോ? കാരണം ടീച്ചർമാരെന്നെ അതൊരു ജോലിയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ബിസിനസ്. ഞാൻ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് കുറ്റം പറയുന്നല്ലോ, എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ഒപ്പില്ലേ സൈൻ, ഈ സംഭവത്തിന് നമ്മുടെ ലൈഫിനേക്കാളും വാല്യൂ ഉണ്ട് ഉള്ളതല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ചെറുപ്പം തൊട്ട് നമ്മളെ നല്ലൊരു സൈൻ ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല ആരും? ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒപ്പിടുന്നത്. അന്ന് ടീച്ചർമാര് നമ്മുടെ SLC ബുക്കിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് സൈൻ എന്താണെന്ന് അറിയാണ്ട് നിന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, സൈൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളുടെ പേര് എഴുതിയിട്ട് ജസ്റ്റ് അടിയിൽ ഒരു വര വരച്ച് കുത്തിട്ടാൽ മതി എന്ന്. അപ്പൊ അന്ന് എല്ലാവരെ പോലെ തന്നെ ഞാനും പോയിട്ട് ജസ്റ്റ് പേര് എഴുതിയിട്ട് അടിയിൽ വര വരച്ചൊരു കുത്തിട്ടു. പിന്നീടാണ് മനസ്സിലായത് ഈ ഒരു സാധനത്തിന് ഭയങ്കര വാല്യൂ ഉണ്ടെന്നും ഇതൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ, ഇനി മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അന്നൊന്നും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഞാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. നല്ല രീതിയിൽ ഒരു ഒപ്പെങ്കിലും ഇട്ട് പഠിക്കായിരുന്നു എന്ന്. എന്റെ ഒക്കെ കൂട്ടുകാർ എന്നിട്ട് ഒപ്പ് കാണണം, പേരൊക്കെ എഴുതിട്ട് സൈഡിൽ സ്റ്റാറും ചന്ദ്രകലൊക്കെ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്ന നമ്മള് 9 to 5 ജോബ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് വെച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റും. പക്ഷെ ആരും ഒറ്റയടിക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളൊന്നും ആവില്ല. അതായത് ഒരുപാട് വർഷം ചിലപ്പോൾ ഒരു ജോലി ചെയ്തിട്ട് പിന്നീടായിരിക്കും ഒരു ബിസിനസ്സിലേക്ക് കടക്കുള്ളൂ. അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളെ കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ ബിസിനസ് ചെയ്ത് മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ള ഒരു തോട്ടിനോട് എനിക്ക് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ഒരുപോലെ ഒന്നല്ലല്ലോ. ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടോ, ഇഷ്ടമില്ലാത്തവരുണ്ടോ, ജോലിക്ക് പോകാനും ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടോ.